മരിച്ചിട്ടും എന്തിനാ ഇവൾ തിയേറ്ററിൽ പോയത്? സോഷ്യൽ മീഡിയ ഇന്ന് ഗംഭീരമായി ചർച്ച ചെയ്തത് രണ്ട് വിഷയങ്ങളെ പറ്റിയായിരുന്നു. ഒന്ന്, ഡോക്ടർ റോയ് CJ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് MD, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തകൃതിയായിട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നിൽക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സൈഡിൽ ചെറുതായി ഒന്ന് ചർച്ച ചെയ്തു പോയൊരു വിഷയം, അതാണ് എൻ്റെ ഈ വീഡിയോ. ആക്ടർ നവാസ്, മരിച്ചുപോയ നവാസിക്ക. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അദ്ദേഹത്തെ അറിയാമായിരിക്കും. ഞാനിവിടെ വേണമെങ്കിൽ സൈഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തേക്കാം. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായ പ്രകമ്പനം തിയേറ്ററിൽ ഈ കഴിഞ്ഞ ദിവസം റിലീസായി. ആ സിനിമ കാണാനായിട്ട് നവാസിക്കയുടെ ഭാര്യയും മക്കളും ഭാര്യ ഭർത്താവുമൊക്കെ അവരുടെ കുടുംബം എല്ലാവരും ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ നമ്മുടെ ഓൺലൈൻ മീഡിയക്കാരുടെ ചെറിയ പ്രഹസനം, അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളെ നല്ല രീതിയിൽ തെറി പറയുന്നുണ്ട് നാട്ടുകാർ. ഒരു പരിധിയിൽ കൂടുതൽ നാട്ടുകാരെ അതിനകത്ത് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, മനസ്സിലായില്ലേ? കാരണം കാണിച്ചിരിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയുടെ രണ്ടറ്റത്ത് രണ്ട് ചെന്നായ്ക്കളുണ്ട്. അതിൽ ഒരറ്റത്തേക്കുന്ന ചെന്നായ എന്ന് പറയുന്നത് എന്നെ പോലുള്ള കുഞ്ഞു കുഞ്ഞ് റിയാക്ഷൻ ചാനൽ ഉടമകളാണ്. അങ്ങനെ തന്നെ ഞാൻ പറയും, എനിക്കൊരു മടിയില്ല. അപ്പുറത്തെ അറ്റത്ത് ഓൺലൈൻ മീഡിയക്കാർ. ഇതിൻ്റെ നടുക്ക് വേറെ കുറേ കുഞ്ഞു കുഞ്ഞു ചെന്നായ്ക്കളുണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും പറയണ്ട. ഫാമിലി വ്ളോഗേഴ്സ്, ബൂട്ടി വ്ളോഗേഴ്സ്, പിന്നെ എൻ്റർടൈൻമെൻറ്റ്, കലാപരിപാടികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരറ്റത്ത് നിൽക്കുന്ന ഈ ഓൺലൈൻ മീഡിയക്കാർ അത്യാവശ്യം വൃത്തികേടുകൾ കാണിക്കുന്നുണ്ടേ. പിന്നെ അവരുടെ അന്നത്തിന് വേണ്ടിയിട്ട്, ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്, അവരുടെ അന്നത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ആ അന്നത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാം എന്ന് ചിന്തിക്കരുത്, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഒരു കുടുംബം തകർന്നു നിൽക്കുമ്പോൾ, ഒരു കുടുംബത്തിലെ ഒരു ഗൃഹനാഥൻ ഇല്ലാതെയായി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവിടുത്തെ ഗൃഹനാഥയോട് പോയി സംസാരിക്കുക, എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ്, എന്തൊക്കെയുണ്ട്, മറ്റേതായോ മറിച്ചേതാ. സ്റ്റോപ്പ് ദാറ്റ്. അത് വളരെ മോശപ്പെട്ടൊരു പ്രവൃത്തി തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം. നവാസിക്കയുടെ വൈഫിൻ്റെ അടുക്കൽ ഏതോ ഒരു ഓൺലൈൻ മീഡിയ അവർ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. എന്തെങ്കിലും ആ ഇത്തയുടെ വായിൽ നിന്ന് വീണ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അവസാനം അവരെ കരയിപ്പിച്ചു, അങ്ങനെ തന്നെ പറയണം. ചോദ്യങ്ങൾ കൊണ്ട് അങ്ങോട്ട് ചെന്ന് അവസാനം ആ ചേച്ചിയെ കരയിപ്പിച്ച് അവരുടെ ആ കണ്ണീര് ഷൂട്ട് ചെയ്തെടുത്തു. അത് വിറ്റ് കച്ചവടമാക്കി, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടേ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ പറ്റുന്നു? ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ഭർത്താവിൻ്റെ അവസാന സിനിമ, ആ വ്യക്തി അവസാനമായി അഭിനയിച്ച സിനിമ, അത് റിലീസായി. അത് കാണാൻ ഒരു നോക്കുകൂടി അവരുടെ ഭർത്താവിനെ ആ ഒരു വലിയ സ്ക്രീനിൽ കാണാൻ അവർ വന്നതാണ്. അവരത്ര ഇമോഷണൽ ആയിരിക്കും, പ്രത്യേകിച്ച് ആ ഷോ കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ നിൽക്കുന്ന, അതിപ്പം ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു, ഞാനായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ, എന്നോടാണ് ഇങ്ങനെ വന്ന് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്തായിരിക്കും എൻ്റെ മറുപടി എന്നൊരു നിമിഷം ചിന്തിച്ചാൽ ഒരിക്കലും ആ ചോദ്യം ചോദിക്കാൻ പോവില്ല. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ചെന്നായ്ക്കളുടെ ആ ഒരു സാധനം ഉണ്ടല്ലോ, എല്ലാ ചെന്നായ്ക്കളും കടിച്ചു കീറും. ചില ചെന്നായ്ക്കൾ ഇച്ചിരി നല്ലതും ചെയ്യും, മനസ്സിലായോ? ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഗുണം ഉണ്ടാവുകയെ. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഗുണങ്ങളൊക്കെ ഇല്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വാർത്തയിലെ ഇൻറ്റുയിറ്റ്, നമ്മൾ ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾ നിങ്ങളെ അറിയിക്കാറില്ലേ? അതുകൊണ്ട് തന്നെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ചില കേസുകളിൽ ഞാൻ ആ നെഗറ്റീവ് പറയാൻ കാരണം, വിശദീകരിക്കണോ? വേണ്ട, അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചില ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ പറയാറുണ്ട്, ആ കോണ്ടന്റ് വിടൂ, മതി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കും അറിയാം ആ കോണ്ടന്റ് മതി, ഇനി അതിനകത്ത് വയ്യ എന്ന് നമുക്കും തോന്നാറുണ്ട്. പക്ഷേ അറ്റ് ലാസ്റ്റ് ആ കോണ്ടന്റ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാൻ, ഒരു സൈഡിൽ കുറേ ആളുകൾക്ക് മടുക്കുമെങ്കിലും അപ്പുറത്തെ സൈഡിൽ കുറേ ആളുകൾ കാണാനുണ്ട്. പിടികിട്ടിയോ? അത് മെയിൻ ഒരു കാര്യം.
പിന്നെ അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇച്ചിരി കഞ്ഞി കുടിക്കാനുള്ള കിട്ടും, ഉള്ളത് പറയാലോ, ഇല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല. എല്ലാം നല്ലതിന് മാത്രം, എല്ലാം മായ, അങ്ങനൊന്നും ഞാൻ പറയില്ല. ഓക്കെ, പക്ഷെ നല്ലതും ചിന്തിക്കുന്നുണ്ട്, നല്ലതും ഉദ്ദേശിക്കുന്നുണ്ട്, അത് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനി ഈ ഇത്തയുടെ ബാക്കിയുള്ള 1-2 ക്ലിപ്പുകളും കൂടെ ഉണ്ട്. അത് കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പ്രത്യേകിച്ച് എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. പ്രത്യേകിച്ച് ഈ വീഡിയോകളുടെ അടിയിലൊക്കെ വന്ന കമൻറ്റുകൾ, ചില കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ദൈവമേ, ഇവനൊക്കെ ഈ കാലഘട്ടത്തിൽ അല്ലായിരുന്നു ജനിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയ 1-2 കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടോണേ. കരയിപ്പിച്ചവരെ കണ്ടില്ലേ, മര്യാദക്ക് നിന്നതാ. ഓൾറെഡി അവർ ഇമോഷണലാണ്. അത് കൂടാതെ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കരയിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു തെമ്മാടിത്തരം തന്നെയാണ്. ഒരു രീതിയിലും നിങ്ങളോട് ഈ ഒരു കാര്യത്തിൽ യോജിക്കാനും പറ്റില്ല, ഒരാൾക്കും മാപ്പ് തരാനും പറ്റില്ല. ഏതൊരു മീഡിയക്കാരനാണ് ആ പരിപാടി കാണിച്ചതെങ്കിലും അറ്റ്ലീസ്റ്റ് അവരെ കരയുന്ന സമയത്ത് ആ ക്യാമറ ഒന്ന് മാറ്റി പിടിക്കായിരുന്നല്ലോ. അതും പകർത്തിയിരിക്കുന്നു. മരണവീട്ടിലെ നിങ്ങളുടെ പരിപാടികൾ, കലാപരിപാടികൾ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന 1-2 മീഡിയകളുണ്ട്. അവർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എടാ ഞങ്ങൾ മാക്സിമം പോവില്ല, മരണ വീടുകളിൽ ഞങ്ങൾ കവർ ചെയ്യാൻ പോവില്ല, താല്പര്യമില്ല. എനിക്ക് ആ സമയത്ത് അവരോടൊരു നല്ല കാര്യം കളിയാ എന്ന് മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നല്ല കാര്യം, പോകണ്ട. എന്തിനാണ് ഒരു മരണ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ, അതിൻ്റെ ആവശ്യമില്ല. മെയിൻ സ്ട്രീം ചാനലുകളുണ്ട്, അവർക്ക് പിന്നെ എന്തും ആവാലോ. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതുപോലെ ജേർണലിസം പഠിച്ചവരാണല്ലോ, അവർക്ക് എന്ത് തെമ്മാടിത്തരം ആവാലോ. അവർ കാണിച്ചോട്ടെ, ലൈസൻസ് ഉള്ള തെമ്മാടികളാണ്, അവർ കാണിച്ചോട്ടെ. അങ്ങനെ തന്നെ ഞാൻ പറയും, അവർ കാണിച്ചോട്ടെ. നമ്മൾ ആരെങ്കിലും കാണിക്കുമ്പോഴാണ് പ്രശ്നം, നമ്മൾ കാണിക്കാൻ നിൽക്കേണ്ട. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്. നമുക്ക് ഇച്ചിരി മനസാക്ഷി ഉണ്ടാവണം, ഇച്ചിരി മതി, ഒരുപാടൊന്നും വേണ്ട. ഒരുപാടായി കഴിഞ്ഞാൽ നമ്മളെ അപ്പുറം നിൽക്കുന്നവൻ വന്ന് ചവിട്ടിത്താക്കും. അതുകൊണ്ട് അതൊന്നും വേണ്ട, പക്ഷെ കുറച്ച് മനസാക്ഷി കാണിക്കുക. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചെല്ലാതിരിക്കുക. പിടികിട്ടിയോ? ഇതൊന്ന് കണ്ടു വയ്ക്കൂ, കരയിപ്പിച്ചവരെ. എടാ, ഓൺലൈൻ മീഡിയക്കാരോടാണ് ഇതിപ്പം. ഞാൻ നിങ്ങളെ ഒരുപാട് അങ്ങോട്ട് വലിച്ചു കീറാനൊന്നും പോകുന്നില്ല, എങ്കിലും ഞാനൊരു കാര്യം പറയാം. കാശ് നമുക്ക് ഉണ്ടാക്കാടാ, പക്ഷേ ഉണ്ടല്ലോ, ഈ മറ്റൊരാളെ കരയിപ്പിച്ചത് നിങ്ങളായിട്ട് കരയിപ്പിച്ചു എന്ന് തന്നെ പറയും. എല്ലാവരും അങ്ങനെ പറയുള്ളൂ. മര്യാദയ്ക്ക് അവർ ആ സിനിമയും കണ്ടങ്ങ് പോയേനെ, അവരോട് ഇന്ന് സംസാരിച്ചിട്ട്. ഈ സാധനം ഇങ്ങനെ പിടിച്ചോണ്ട് അവരുടെയൊക്കെ ചോദ്യം കൊണ്ട് ചെല്ലുമ്പോൾ ആ സ്ത്രീ കരഞ്ഞു പോയി. നിങ്ങളാ അവരെ കരയിപ്പിച്ചത്, മനസ്സിലായോ? എന്ത് കാര്യത്തിന്, എന്തിന്? അറ്റ്ലീസ്റ്റ് എന്നാൽ അത് ഇത്തിരി മാന്യത തോന്നിയെങ്കിൽ അവരാ കരഞ്ഞപ്പം ആ ഫോണും കൊണ്ട് അങ്ങ് മാറണമായിരുന്നു. പിടികിട്ടി ആ നിമിഷമെങ്കിലും. അത് ചെയ്തില്ല. ആ കരച്ചിലിനെ വിറ്റ് കാശാക്കിയിട്ടുണ്ടെങ്കിൽ പൊറുക്കാൻ പറ്റില്ല മകനെ. അത് ഏതവനാണെങ്കിലും ആ ചെയ്തിരിക്കുന്നത്. ചാനലിൻ്റെ പേര് ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, ഒന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് മനസ്സിലാവുമല്ലോ, എടുത്തവർക്കൊക്കെ മനസ്സിലാവുമല്ലോ, മനസ്സിലാക്കിയാൽ മതി. ചിലതൊക്കെ നിങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നുണ്ട്, ആളുകൾക്ക് കാണേണ്ട കാര്യങ്ങൾ നിങ്ങൾ എത്തിക്കുന്നുണ്ട്, നല്ലതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് തന്നെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ പല കാര്യങ്ങളും, പല ഇനാഗുറേഷൻസും പലതും എത്തിക്കുന്നുണ്ട്. ചിലതൊക്കെ നിങ്ങൾ പറഞ്ഞാണ് നമ്മൾ പറയുന്നത്, നല്ലതാണ് അതൊക്കെ. പക്ഷേ ഇത് ഒരു വ്യക്തി എന്താണെങ്കിലും ഇവരുടെ ഈ വീഡിയോ എടുത്ത് അങ്ങോട്ട് റോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമത്തിൽ ഞാൻ കാണാനിടയായി. എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. ഇതൊന്ന് കാണും നിങ്ങൾ. നമ്മുടെ കലാഭവൻ നവാസ്ക അഭിനയിച്ച ഏറ്റവും അവസാനത്തെ ചിത്രമാണ് പ്രകമ്പനം. ആ ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. തിയേറ്ററിൽ അവസാനമായി അദ്ദേഹം അഭിനയിച്ചത് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തിയതാണ് നവാസ്കന്റെ ഭാര്യയും മക്കളും ഒക്കെ. ആ സമയത്ത് ചില പലതന്തയ്ക്കും പറഞ്ഞ ചെറ്റകളായിട്ടുള്ള ചില കുയിലുകളും കുറുക്കന്മാരും ഒക്കെ ഇതിനകത്തുണ്ട്. അവരാണ് വന്നിട്ട് മൈക്കും കൊണ്ട് കുത്തിയിട്ട് ആ പാവങ്ങളെ എന്തിനാണ് സങ്കടപ്പെടുത്തുന്നത്? അവരവരുടെ സ്വകാര്യതയിൽ അങ്ങ് ജീവിച്ചു പൊക്കോട്ടെ. അവരുടെ ഭർത്താവ് അവസാനമായി അഭിനയിച്ച ചിത്രം കാണാൻ വേണ്ടിയിട്ടല്ലേ അവിടെ വന്നിരിക്കുന്നത്. മരിച്ച് അത്രേ ആയിട്ടുള്ളൂ എങ്കിലും അവർക്കൊരു നോക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവൂലേ? നിങ്ങൾ അതിനിടയിൽ പോയിട്ട് മൈക്കും കുത്തിയിട്ട് പരനാറികളെ, നിങ്ങൾക്കൂടെ അച്ഛനും അമ്മയും പെങ്ങന്മാരൊക്കെ എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്? പെണ്ണുങ്ങളുടെ ഒക്കെ അടുത്ത് പോയിട്ട് എന്താ സുഖമല്ലേ നിങ്ങളെന്താ? ആ ചേട്ടൻ പറയുന്നതിനകത്ത് തെറ്റൊന്നും പറയാനില്ല കേട്ടോ. പക്ഷേ ഒരു കാര്യം മാത്രം ആ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോലും, ചേട്ടാ ഇവിടെ കുയിലുകൾ മാത്രമല്ല ഉള്ളത്,
ഈ കുയില് എന്ന് പറഞ്ഞ് എല്ലാവർക്കും അറിയാം, നീലക്കുയില്. ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ എന്ത് സംഭവിച്ചാലും നേരെ കൊണ്ട് നീലക്കുയിലെ നെഞ്ചത്തോടെ വെക്കുന്നത്. അല്ല, വെക്കാനുള്ള പരിപാടികൾ കാണിച്ചും വെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞ് ഇതാ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചു പോയി വീഡിയോ എടുക്കുന്നത് നീലക്കുയിൽ മാത്രമല്ല. ഒരുപാട്, എനിക്ക് തോന്നുന്നു 100-ന് മേളിൽ, 100ഒന്നും അല്ലടേ, 10-200 ചാനൽസ് ഉണ്ട് ഇവിടെ. ഓൺലൈൻ മീഡിയ എന്നും പറഞ്ഞ് ഇനാഗുറേഷൻസിനും നടീ നടന്മാരുടെയും പുറകെ ക്യാമറയും കൊണ്ട് പോകുന്ന 100-ന് മേൽ ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിടികിട്ടിയോ? അതുകൊണ്ട് എന്ത് കണ്ടാലും ഉടനെ കുയിലിൻ്റെ പുറത്തോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടില്ല. ഞാൻ നീലക്കുയിലിൽ അവൻ പോയി ഈ ഒരു വിഷ്വൽസ് എടുത്ത് ഞാൻ കണ്ടില്ല കേട്ടോ. ചിലപ്പോൾ കാണുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല, കണ്ടില്ല. പക്ഷെ എന്താണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ചാനൽസ് ഉണ്ട്. ഒരുപാട് വൃത്തികേട് ഈ റീച്ച് കിട്ടാൻ, പ്രത്യേകിച്ച് പുതുതായിട്ട് പൊങ്ങി വരുന്ന ചാനൽസിന് നല്ല രീതിയിലൊന്ന് റീച്ച് കിട്ടാൻ വേണ്ടി അവർ കരച്ചിലും കിരച്ചിലും ഒക്കെ എടുക്കുകയേ, ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തെറി പറയുമ്പോൾ അവരുടെ പേരെടുത്ത് വെച്ച് അങ്ങോട്ട് തെറി പറയുക, അതാണ് കുറച്ചും കൂടെ നല്ലത്. എടുത്തു വെച്ച് പറയണം, ചാനലിൻ്റെ പേരെടുത്ത് വെച്ച് പറയുക. അല്ലാതെ ഈ അവിടെ എവിടെയും തൊടാതെ കുയിലിനെ മാത്രം അങ്ങോട്ട്, എൻ്റെ അറിവിൽ കുയിൽ ഇച്ചിരി ഡീസൻ്റ് ആയിട്ടുണ്ട് ഈ അടുത്തായിട്ട്, മനസ്സിലായില്ലേ? ഞാൻ തന്നെ കണ്ടു ചില വീഡിയോസൊക്കെ ബ്ലറൊക്കെ ആക്കിയിട്ട്, ചില ലേഡീസിൻ്റെ ഒക്കെ ഇവർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം നെയ്ബലോ എന്തെങ്കിലും കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ബ്ലറാക്കിയൊക്കെ ഇടുന്നൊരു മാന്യത ഇപ്പം കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാം ആ ഒരു ചാനലിനെ മാത്രം പറയാതെ വേറെ ചാനൽസ് ഉണ്ടാവും, അവരുടെ പേരെടുത്ത് വെച്ച് കൊടുക്കണം അടി. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു സംഗതി നടന്നു. നമ്മുടെ നവാസിക്കയുടെ ഭാര്യയുടെ കരയുന്ന ഇത്തയുടെ അച്ഛനും നവാസിക്കയുടെ മകനും, ഇവർ 2 പേരുടെയും കൂടെ ഒരു ഓൺലൈൻ മീഡിയ പിടിച്ചു നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം ഇനി, എന്നിട്ട് ബാക്കി. ഇങ്ങനെ എല്ലാവരും പറയും ഇങ്ങനെ അത് മറക്കാൻ പറ്റില്ല, ഒരിക്കലും ആവില്ല. ഞങ്ങൾ ജീവിക്കണമെന്ന് തന്നെ തോന്നില്ല നമുക്ക്. അത് നമ്മൾ അങ്ങനെ ആയിപ്പോയി. എല്ലാവരും മോളെ ഒന്ന് പിക്കപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പം മൂത്ത മോള് ടീച്ചറാണ്. അപ്പം അവള് വന്ന ഇടയ്ക്ക് ഇങ്ങനെ പിക്കപ്പ് ചെയ്യാൻ നോക്കും. പിന്നെ അതിലേക്കാണല്ലോ വരുന്നത്. അവസാന നാളുകളിൽ ഒരു ഇന്റർവ്യൂ തന്നത് ഞങ്ങളുടെ ചാനലിലാണ്, ഈഴ സിനിമയുടെ. എന്തുകൊണ്ടും അവസാനത്തെ ഇന്റർവ്യൂ അതായിരുന്നു എന്ന് തോന്നുന്നു. ആ അവസരത്തിൽ രഹ്നത്ത പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും നവാസിക്കയുടെ വൈഫായിട്ട് എനിക്ക് ജീവിക്കണം എന്നുള്ളതാണ്. രഹ്നത്തയെ പറ്റി എന്ത് ചോദിക്കണമെന്ന് അറിയില്ല. എല്ലാവരും തിരയുന്ന ഒരു മുഖം ഇപ്പോഴും അതെ, രഹ്നത്ത ഓക്കെ ആണോ എന്നുള്ളതാണ്. അവർ തമ്മിൽ ജീവിതത്തിൽ ഒരു വഴക്ക്, ഒരു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അവർ തമ്മിൽ. അവര് ഭാര്യ ഭർത്താക്കന്മാരും മക്കളും 3 പേര്, ഞാൻ, വൈഫ്. സാധാരണ ഈ സിനിമാക്കാരെ പറ്റിയിട്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ റൂമേഴ്സ് കേൾക്കാറുണ്ട്. പക്ഷേ വളരെ കയ്യിലുണ്ടാവുന്ന ചുരുക്കം ചില ആളുകളെ പറ്റിയുള്ളൂ അങ്ങനെ ഒന്നും കേൾക്കാത്തത്. അങ്ങനെ ഒന്നും കേൾക്കാത്തൊരു വ്യക്തിയായിരുന്നു ഈ നവാസിക്ക. ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പറയുന്നത് കേട്ടല്ലോ. ഈ ഏത് ചാനലാണോ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ആ ചാനലിൽ തന്നെയായിരുന്നു നവാസിക്ക അവസാനമായിട്ടെന്തോ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത്. സോ നവാസിക്കയോടൊരു ഇച്ചിരി സ്നേഹമുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിനിമ കഴിഞ്ഞിറങ്ങുന്ന പുള്ളിയുടെ കുടുംബത്തോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കാതിരിക്കുക. സെപ്പറേറ്റ് വേണമെങ്കിൽ വീട്ടിൽ പോയി ഇൻ്റർവ്യൂ ചെയ്യുക. കാരണം ആ സിനിമ കണ്ട്, പുള്ളിയുടെ അവസാനത്തെ സിനിമ അവസാനമായി പുള്ളിയെ സ്ക്രീനിൽ കണ്ടതിന് ശേഷം അവരെല്ലാവരും, ആ കുഞ്ഞു മകൻ ഉൾപ്പെടെ, ആ ഒരു ഇമോഷണൽ സീനിലായിരിക്കും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ നിർത്തി അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അത് ഒട്ടും എന്തോ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതിനോട്, ആ ഒരു കാര്യത്തോട് യോജിക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കുന്നത് എൻ്റെ സുഹൃത്താണെങ്കിൽ പോലും എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ആ ഒരു കാര്യം. എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ബാക്കി പിന്നെ പുള്ളി എല്ലാം കൊടുക്കുന്ന ആളാണ്. ആര് വന്നാലും ഒരാളെയും ആരോഗ്യം നോക്കാറില്ല പുള്ളി. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. എൻ്റെ ഫാമിലിക്കൊക്കെ അറിഞ്ഞ് ചെയ്യുന്ന ആളുകളാണ്. ചോദിച്ചിട്ടല്ല, എല്ലാം അറിഞ്ഞ് ചെയ്യുമല്ല. ആ മോനെന്താ ഇങ്ങനെ ദൈവം കൊണ്ടൊന്ന് വെച്ചൊന്നും അറിയില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ നല്ലവരെ ആദ്യം വിളിച്ചു കൊണ്ടുപോകും എന്നൊക്കെ പറയണം. അങ്ങനെ അപ്പം നമ്മളൊക്കെ ചീത്തയായിട്ട് ജീവിച്ചാൽ മതിയെന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. നമ്മളുടെ ഫീലാണ് പറയുന്നത്. മോനൊരിക്കലും, അത് പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്നൊരു ഡയലോഗാണ്. ഈ ദുഷ്ടനെ പന പോലെ വളർത്തും എന്നൊക്കെ പറയുന്നത്
ഒരു രീതിയിൽ നോക്കിയാൽ സത്യവാടി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണിത് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ തട്ടി ദൂരെ കളയാം. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണത്. ദുഷ്ടനെ എന്നും പന പോലെ വളർത്തും, പാവങ്ങളെ എന്നും ദൈവം ഒരുപാട് കഷ്ടപ്പെടുത്തും. അത് വെറുതെ അങ്ങോട്ട് തട്ടിക്കളയാൻ എനിക്ക് തോന്നാത്ത ഒരു പഴഞ്ചൊല്ല് പോലത്തെ ഒരു സാധനമാണത്. സത്യമല്ലേ? ഈ കാണുന്ന പലരുടെയും ജീവിതത്തിൽ അതായിരിക്കത്തില്ല സത്യം. ഇനി നവാസിക്കയുടെ മോൻ, ആ മോനെയും വെറുതെ വിട്ടില്ല. ആ വാപ്പ അവസാനം കരയുന്നൊരവസ്ഥയിലേക്ക് എത്തി. പോട്ടെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആ മകനെയെങ്കിലും വെറുതെ വിടാമായിരുന്നു. എനിക്കറിയാം ഈ കണ്ണ് നിറയുമ്പോൾ, എൻ്റെ അച്ഛന് മരിച്ചതാണ്, അപ്പോൾ കണ്ണ് നിറയുമ്പോൾ എനിക്കറിയാം ഒരു വേദന. എങ്കിലും നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു അല്ലേ അച്ഛൻ? ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സ്കൂളിലാണെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സായിട്ട് വാപ്പാനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വാപ്പച്ച എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. വല്ല വിഷമം സ്കൂളിൽ വല്ല തല്ലടന്നാലോ, തല്ല നടക്കാറില്ല, എന്നാലും വല്ല വിഷമം ഉണ്ടെങ്കിലോ മതി. എനിക്ക് കൂടുതൽ കാണിക്കാൻ താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയുടെ ഒരറ്റത്തെ ഒരു ചെന്നായ ആയതുകൊണ്ട് തന്നെ കോണ്ടന്റ് എടുത്ത് ചെയ്യും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ മനസ്സതിനെ അനുവദിക്കുന്നില്ല വീണ്ടും ഇത് നിങ്ങളെ കാണിക്കാനായിട്ട്. വേണ്ടായിരുന്നു, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ പയ്യനെങ്കിലും വിടണമായിരുന്നു. മനസ്സിലായില്ലേ? സിനിമ കഴിഞ്ഞ് അവൻ്റെ അവസാനം അവൻ്റെ അച്ഛനെ അവൻ വലിയ സ്ക്രീനിൽ കണ്ടിട്ട് ഇറങ്ങിയ ആ പയ്യനോട് ഇത് ചെയ്യരുതായിരുന്നു, വെറുതെ വിടണമായിരുന്നു. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോ കാണുന്നവരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. ആരും പോകരുതേ. മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. ഒരു കമൻറ്റ് എന്നെ ഒരുപാട് അലട്ടിയ ഒരു കമൻറ്റ്. സത്യം പറഞ്ഞ ഈ കമൻ്റ് ഇട്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് വാപ്പയില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. കൂടുതലൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഇതാണ് കമൻറ്റ്. മരിച്ചിട്ടും എന്തിനാ ഇവൾ തിയേറ്ററിൽ പോയത്? ഏതോ ഒരു ഷെമീന സംതിങ് ആരും ആയിക്കോട്ടെ ഇട്ടിരിക്കുന്ന കമൻ്റാണത്. മരിച്ചിട്ടും എന്തിനാണ് ഇവൾ തിയേറ്ററിൽ പോയത് എന്ന്. എന്താ ഇവരോട് മറുപടി പറയണ്ടേ? അറ്റ്ലീസ്റ്റ് പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന 10 പേരാണെങ്കിലും നിങ്ങൾ ഇവർക്ക് ഒരു മറുപടി കൊടുക്ക്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എങ്ങനെ ചോദിക്കുന്നു? ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? ആ സ്ത്രീ പിന്നെ എന്താ ചെയ്യേണ്ടത്? ആജീവനാന്തം ഇന്ന് അവർ ആ സിനിമ കാണാൻ വന്നപ്പോൾ പോലും അവർ അവസാനമായി ഭർത്താവിനെ ആ സ്ക്രീനിൽ കണ്ടപ്പോൾ അവർ ഇമോഷണലായി കയ്യിൽ നിന്ന് പോയി. പിടികിട്ടിയോ? എന്നും അവരുടെ ജീവിതം അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നാണോ? കരഞ്ഞും പിഴിഞ്ഞും ആ മനുഷ്യനെ ആലോചിച്ച് ബാക്കിയുള്ള കാലം അങ്ങോട്ട് കരഞ്ഞു തീർക്കണമെന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? അവർക്കൊരു സിനിമയ്ക്ക് പൊക്കൂടെ? ഒരു സിനിമയ്ക്ക് അവർക്ക് പൊക്കൂടെ? പുറത്തെവിടെങ്കിലും പോയി ഒന്ന് ഭക്ഷണം കഴിച്ചൂടെ അവർക്ക്? പറ്റില്ലേ? ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്നും അവർ വീട്ടിൽ ഇരിക്കണമെന്നാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും താഴേക്കിടയിൽ താഴെ അങ്ങ് മറ്റേ പാതാളത്തിൽ പോയി ചിന്തിക്കുന്ന ചില ടീമുകളുണ്ട്. വായി തെറിയെ ഇവരെയൊക്കെ പറയാൻ തോന്നുള്ളൂ, പറയില്ല. നിർത്തുകയാണ് ഞാനിവിടെ. നിങ്ങൾ പറയൂ ഇവരോടൊക്കെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്. എനിക്കൊന്നും പറയാനില്ല.